CPM പാർട്ടി കോൺഗ്രസ് മധുരയിൽ സമാപിച്ചിരിക്കുകയാണ്. ദേശീയ ജനറൽ സെക്രട്ടറിയായി കേരളത്തിൽ നിന്നുമുള്ള MA ബേബിയെ സമ്മേളനം തിരഞ്ഞെടുത്തതോടെ CPM പൂർണ്ണമായും കേരള ഘടകത്തിന്റെ കൈകളിൽ അമർന്നിരിക്കുകയാണ്. നരേന്ദ്രമോദി ആദ്യമായി അധികാരം പിടിച്ച 2014 ശേഷം LDF പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ അധികാരം പിടിച്ച 2016 മുതൽ രാജ്യത്തെ CPMനെ കേരള ഘടകം കൈപ്പിടിയിൽ ഒതുക്കിയിരുന്നു. ത്രിപുരയിൽ ഭരണം നഷ്ടമായി. ബംഗാളിൽ പേരിന് പോലും CPM ഇല്ലാത്ത അവസ്ഥയിൽ രാജ്യത്തിന് CPMന് അധികാരമുള്ള ഏക സംസ്ഥാനമായി കേരളം മാറിയിരുന്നു. തുടർച്ചയായി രണ്ടാം വട്ടവും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ കേരളത്തിൽ CPM ഭരണം നിലനിർത്തിയതോടെയാണ് രാജ്യത്തെ CPMനെ കേരള ഘടകം ഒന്നാകെ വിഴുങ്ങിയത്. കേരള ഘടകത്തിനെ അല്പമെങ്കിലും മാറ്റി നിർത്തിയത് അന്തരിച്ച ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി ആയിരുന്നു. യെച്ചൂരി വിടവാങ്ങിയ ഒഴിവിൽ MA ബേബിയെ നിയമിച്ചത് വഴി CPMനെ പൂർണ്ണമായും കേരള ഘടകം കൈപ്പിടിയിൽ ഒതുക്കിയെന്ന് തന്നെ കാണാം. അതേസമയം അടിച്ചമർത്തപ്പെട്ട നേതാക്കന്മാരുടെ ലിസ്റ്റിൽ ഇക്കുറിയും ഒന്നാം സ്ഥാനത്ത് P ജയരാജനുണ്ട്. കേരളത്തിൽ CPMനെ നിയന്ത്രിക്കുന്നത് കണ്ണൂർ ഘടകമാണെങ്കിൽ ആ കണ്ണൂരിൽ പാർട്ടിക്ക് മുകളിലേക്ക് വളർന്ന നേതാവ് കൂടിയാണ് P ജയരാജൻ. പാർട്ടിയുടെ കോട്ടയെന്ന് കാലാകാലങ്ങളായി പാടിക്കേട്ട കണ്ണൂരിന്റെ മണ്ണിലെ വിപ്ലവ സിംഹമാണ് അണികൾ PJ എന്ന ചുരുക്കപ്പേരിൽ വിളിക്കുന്ന P ജയരാജൻ. അത്രമാത്രം സ്വാധീനം ആ മണ്ണിൽ PJയ്ക്കുണ്ട്. രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ആരാധകരുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവാണ് PJ എന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ പലരും പലകുറി എഴുതിയിട്ടുമുണ്ട്. പാർട്ടിക്കും മുകളിലേക്ക് തഴച്ചു വളർന്ന PJയുടെ കടയ്ക്കൽ തന്നെയാണ് CPM വെട്ടിയിരിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന PJ വരുമെന്ന് കാത്തിരുന്ന നേതാക്കൾക്ക് നിരാശയായിരുന്നു ഫലം. പിന്നാലെ പാർട്ടി കോൺഗ്രസ് വഴി കേന്ദ്ര കമ്മിറ്റിയിൽ P ജയരാജൻ അംഗമാകുമെന്ന് കരുതിയെങ്കിലും അതും സംഭവിച്ചില്ല. ഈ ടേം പൂർത്തിയാകുമ്പോൾ CPM മാനദണ്ഡ പ്രകാരമുള്ള പ്രായപരിധി P ജയരാജൻ പിന്നിടും. ചുരുക്കി പറഞ്ഞാൽ തലപ്പൊക്കമുള്ള നേതാവെന്ന ലേബലിൽ മാത്രമായി P ജയരാജൻ ഒതുങ്ങുകയാണ്. രാഷ്ട്രീയ ജീവിതത്തിന് തന്നെ അവസാനമായി എന്ന് പറയുന്നതിലും തെറ്റില്ല. കണ്ണൂരിലെ അണികൾ ജയരാജനെ ഒഴിവാക്കിയതിൽ വലിയ അമർഷത്തിലാണ്. പാർട്ടി കോൺഗ്രസ് സമാപിച്ചതിന് പിന്നാലെയാണ് കണ്ണൂരിൽ P ജയരാജനെ പുകഴ്ത്തി വീണ്ടും ഫ്ലെക്സ് ബോർഡുകൾ ഉയർന്നിരിക്കുന്നത്. തൂണിലും തുരുമ്പിലും ദൈവമുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ മണ്ണിലും ജനമനസ്സിലും എന്നെന്നും സഖാവ് നിറഞ്ഞു നിൽക്കുമെന്നായിരുന്നു ബോർഡുകളിൽ എഴുതിയത്. പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലാണ് ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. റെഡ് യങ്സ് കക്കോത്ത് എന്ന പേരിലാണ് ബോർഡുകൾ ഉയർന്നിട്ടുള്ളത്. കൊല്ലത്ത് നടന്ന സംസ്ഥാന സമ്മേളന വേദിയിൽ P ജയരാജൻ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുമെന്ന് അദ്ദേഹത്തിന്റെ അനുകൂലികൾ പ്രതീക്ഷിച്ചിരുന്നു. പ്രായപരിധി മാനദണ്ഡം പോലും ഇനിയൊരു അവസരം ജയരാജൻ ഉണ്ടാകില്ല എന്നും ഇത്തവണ അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ ഉണ്ടാകുമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ. എന്നാൽ അതുണ്ടായില്ല. ഇതിന് പിന്നാലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അടക്കമുണ്ടായേക്കാവുന്ന പ്രതിഷേധ പോസ്റ്റുകൾക്ക് തടയിടാൻ കണ്ണൂർ ജില്ലാ നേതൃത്വം അടക്കം കടുത്ത ജാഗ്രത പുലർത്തിയിരുന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയില്ല എങ്കിലും കേന്ദ്ര കമ്മിറ്റിയിൽ അദ്ദേഹം ഉൾപ്പെടുമെന്ന് അനുകൂലിക്കുന്നവർ പ്രതീക്ഷിച്ചു. എന്നാൽ മധുരയിൽ സമാപിച്ച പാർട്ടി കോൺഗ്രസിലും അതുണ്ടായില്ല. ഇതിന് പിന്നാലെയാണ് P ജയരാജനെ അനുകൂലിച്ച പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്നും ഫ്ലെക്സ് ഉയർന്നത്. നേരത്തെ ഒരു മന്ത്രി പോലും ആകാൻ സാധിക്കാതിരുന്ന പാർട്ടിയുടെ മേൽഘടകങ്ങളിൽ പോലും ഇല്ലാതെ ഖാദി ബോർഡിന്റെ വൈസ് ചെയർമാനായാണ് രാഷ്ട്രീയത്തിലെ അവസാന ലാപ്പിൽ P ജയരാജൻ നടന്നു നീങ്ങുന്നത്. ഒരു സിനിമാ താരത്തെ പോലെയുള്ള ആരാധനയായിരുന്നു PJയോട് കണ്ണൂരിലെ യുവ പാർട്ടി സഖാക്കന്മാർക്കുണ്ടായിരുന്നത്. PJ ആർമി എന്ന പേരിൽ DYFIക്കും മുകളിലേക്ക് അവർ വളർന്നിരുന്നു. അതും CPM തടഞ്ഞു. ഇന്ന് PJ ആർമിക്ക് പഴയ ഗ്ലാമർ ഇല്ല. CPM എങ്ങനെയൊക്കെ കണ്ണുരുട്ടിയാലും ആളുകൾക്ക് ഇന്നും PJയോട് പഴയ ആരാധന തന്നെയാണ്. അവർ ഒളിഞ്ഞും തെളിഞ്ഞും അത് പ്രകടമാക്കിക്കൊണ്ടിരിക്കും. P ജയരാജൻ സ്വയം മഹത്വവൽക്കരിക്കുന്നു എന്ന ആരോപണം CPIM സംസ്ഥാന സമിതിയിൽ നേരത്തെ തന്നെ വിമർശനമായി ഉയർന്നിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ ജയരാജനെ വാഴ്ത്തിക്കൊണ്ടുള്ള പോസ്റ്റുകളും വീഡിയോകളും ഗാനങ്ങളും അക്കാലത്ത് പ്രചരിച്ചിരുന്നു. ഒടുവിൽ CPIMൽ ഒന്നുമാകാത്ത നേതാവായി P ജയരാജൻ അസ്തമിക്കുകയാണ്.